ഹലോ, ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ലൈവ് ആയിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. ആക്ച്വലി ഞങ്ങളിവിടെ ഒരു വീട് വാങ്ങിച്ചു. വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഞാനും വൈഫും പിന്നെ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തുകൊണ്ട് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ ഒരു ബാത്ടബിലെ വാട്ടർ മിക്സർ കംപ്ലൈൻ്റ് ഒന്നുമില്ല, പക്ഷേ അത് കുറച്ച് ഡിസൈൻ എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ അതിൻ്റെ ചില ഓപ്ഷൻസ് എനിക്ക് ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാനത് റീപ്ലേസ് ചെയ്യാണ്. വാട്ടർ മിക്സർ റീപ്ലേസ് ചെയ്യാണ്. ഞാൻ കാണിച്ചു തരാം ഏതാണ് വാട്ടർ മിക്സർ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ ആക്ച്വലി ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഒരു വാട്ടർ മിക്സർ, ഡ്യൂഷ്യയിലുള്ള വാട്ടർ മിക്സർ വരുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി എൻ്റെ മോനെ ഇടയ്ക്ക് കയറി വരും, അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. അവനും സമ്മർ ഹോളിഡേ ആയ കാരണം വീട്ടിലുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാനും ആക്ച്വലി ചെയ്യുന്നതിന് മുമ്പ് മിക്കവാറും കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ആണ് ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുന്നത്. പിന്നെ വീട്ടിലായതുകൊണ്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും വേറെ ആരെങ്കിലും വിളിച്ച് റിപ്പയർ ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം, പക്ഷെ കുഴപ്പമുണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾക്കും ആക്ച്വലി വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഒരുപാട് പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. മലയാളികൾ ഒരുപാട് ജർമ്മനിയിൽ അല്ലെങ്കിൽ യൂറോപ്പിലുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഇത് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വാട്ടർ മിക്സറിൽ 2 ഇൻലെറ്റുകളാണുള്ളത്. ഒരെണ്ണം ഹോട്ട് വാട്ടർ, ഒരെണ്ണം കോൾഡ് വാട്ടർ. അപ്പോൾ ഈ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും കൂടെ വന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഷവറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഷവറിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു അഡീഷണൽ എക്യുപ്മെന്റ് കാണാം. ഇത് ആക്ച്വലി ഞാനൊരു എക്സ്ട്രാ ഫിൽറ്റർ വെച്ചിട്ടുള്ളതാണ്. 1 അല്ല 2 വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിന്നീട് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. അത് ആക്ച്വലി നമ്മുടെ ജർമ്മനിയിൽ അത്യാവശ്യത്തിന് നല്ല കാൾക്കുള്ള വാട്ടറാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുടിയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മുടിക്ക് അത്യാവശ്യത്തിന് നല്ല കാൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഈ കംപ്ലീറ്റ് മിക്സറാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനറും പിന്നെ ടെഫ്ലോൺ ടേപ്പുമാണ് ഞാൻ ഇനീഷ്യലി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച അഡ്ജസ്റ്റബിൾ സ്പാനർ. ഇത് ഞാൻ ബൗഹൗസിൽ നിന്ന് വാങ്ങിച്ചതല്ല, ലിഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വലിയ ചീപ്പായിട്ട് വലിയ വിലയൊന്നും ഇല്ലാണ്ട് ലിഡിലിൻ്റെ പാർക്ക് സൈഡിൽ നിന്നൊക്കെ കിട്ടും. പാർക്ക് സൈഡ് ബ്രാൻഡിൽ വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഒരു ടെഫ്ലോൺ ടേപ്പ്. ഈ ടെഫ്ലോൺ ടേപ്പ് ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ 2 ഐറ്റംസാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് വാട്ടർ ആക്റ്റീവാണ്. ഓക്കെ, ഇപ്പോൾ വാട്ടർ ആക്ച്വലി ആക്റ്റീവാണ്. ഇപ്പം ഞാൻ താഴെ പോയിട്ട് വെള്ളം ഓഫ് ചെയ്തിട്ട് വേണം വരാൻ. എന്നിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലീക്കായി വാട്ടർ പുറത്ത് വരും. ഓക്കെ, അപ്പോൾ ഞാൻ താഴേക്ക് പോയിട്ട് വാട്ടർ എങ്ങനെ ക്ലോസ് ചെയ്യും എന്നുള്ള ഇവിടുത്തെ കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ അവിടെയും ഇതുപോലൊരു കണക്ഷൻ കാണാം. അപ്പോൾ അത് ക്ലോസ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഞാൻ ആക്ച്വലി ഇപ്പോൾ അടുക്കളയിലെത്തി. അപ്പോൾ അടുക്കളയിൽ നമ്മുടെ സ്റ്റോർ റൂം പോലെ ഒരു ചെറിയ റൂമുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി ഈ വെള്ളത്തിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ഗ്യാസിൻ്റെയും ഒക്കെ കണക്ഷൻ വന്ന് എടുക്കുന്നത്. അപ്പം അതിൽ വാട്ടറിൻ്റെ കണക്ഷൻ വന്നിട്ടുള്ളത് നമുക്കിവിടെ ഒരു മീറ്റർ ഉണ്ട്.
മീറ്റർ നോക്കിയാൽ കാണാം. ഈ മീറ്റർ കഴിഞ്ഞിട്ട് ആക്ച്വലി അതിന് മുമ്പ് ഒരു വാൽവ് ഉണ്ടായിരിക്കും, അത് ഞാനൊന്നും ചെയ്യുന്നില്ല. അതിന് ശേഷം വരുന്ന നെക്സ്റ്റ് വാൽവാണ് ഞാൻ ആക്ച്വലി ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിച്ച് ആ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാണ്. കുറച്ചധികം ഉണ്ട് തിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇനി നമ്മൾ തിരിച്ച് ബാത്റൂമിൽ പോവാണ്. നമുക്ക് ഈ റിപ്പയർ ചെയ്യേണ്ട സ്ഥലത്ത്, റീപ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തേക്ക്. മോൻ എൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അവൻ ബോറടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവൻ്റെ കസാരയൊക്കെ എടുത്തിട്ട് വന്നു തുടങ്ങി. ഇനി മുകളിൽ വന്ന് കസാര എടുത്ത് ഇരിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അച്ഛ പിടിക്കാം മാത്തു. ഓക്കെ, മാത്തു വന്നു. പതുക്കെ കേൾക്കും. ഓക്കെ പിടിച്ചോ. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ബാത്റൂമിലെത്തി. മിക്സറിൻ്റെ ആദ്യം തന്നെ ഞാൻ ഈ അതിലത്തെ ഫിൽറ്റർ റിമൂവ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ട് വേണം ഇനി ഈ മിക്സർ റിമൂവ് ചെയ്യാൻ. ഫിൽറ്റർ ഞാൻ തന്നെ കണക്ട് ചെയ്തതാണ്, വലിയ പണി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈസി വേ ഞാൻ ഈ ഫിൽറ്ററിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം റിമൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഫിൽറ്റർ അതുപോലെ തിരിച്ച് ഫിൽറ്റർ റിമൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പിന്നെ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ ഉള്ള മിക്സറിൻ്റെ ഈ രണ്ട് ഇൻലെറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മുടെ പുതിയ വാങ്ങിച്ചിട്ടുള്ള മിക്സറിൻ്റെ ഇൻലെറ്റ് രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അത് നോക്കിയിട്ട് വേണം അത് വാങ്ങാൻ. ആക്ച്വലി ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ്, നോർമലി കുഴപ്പമുണ്ടാവാറില്ല. അപ്പം ഞാൻ വാങ്ങിച്ചതായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഇൻലെറ്റ് വാൽവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നോക്കുമ്പോൾ ഏകദേശം 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് വാൽവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, നോക്കാം. അപ്പോൾ ഞാൻ താഴെ പൈപ്പ് ഓൾറെഡി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ വാൽവ് തുറന്ന് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാണ്. ഓക്കെ, ഹോട്ട് വാട്ടർ ഡ്രെയിനായി, കോൾഡ് വാട്ടറും ഡ്രെയിനായി. കുറേശ്ശെപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം വെള്ളം ഒക്കെ സ്റ്റോപ്പായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഊരാൻ നോക്കുകയാണ്. മോന് വെള്ളം അപ്പോഴേക്കും കുളിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവൻ്റെ കുളിക്കാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് കുളിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാം നമ്മൾ വാങ്ങിച്ച ഈ ഹാൻഡ് സ്ക്രോയുടെ സെറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ്, മിക്സർ. ഇതാണ് നമ്മുടെ മിക്സർ. രണ്ട് ഇൻലെറ്റ് വാൽവുകൾ, 1 2. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റെ ക്യാപ്പ് കവറുകളാണ്. പിന്നെ മിക്സർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ഇൻലെറ്റ് അഡ്ജസ്റ്റർ കൂടെ വന്നിട്ടുണ്ട്. വേണ്ടി വരുമെന്ന് അറിയില്ല, പഴയതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റിയാൽ പഴയത് യൂസ് ചെയ്യും, അതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പം അതൊക്കെയാണ്. പിന്നെ ഒരു മാനുവൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, മാനുവൽ വന്നിട്ടുണ്ട്.
ഇത്രയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അതിനിടയിൽ ഞാൻ ആക്ച്വലി മോൻ ബോറടിച്ച് ഭയങ്കര പ്രശ്നമാക്കി തുടങ്ങിയപ്പോൾ കൊണ്ടുപോയി TV ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഇതിൻ്റെ പണിയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അഡ്ജസ്റ്റബിൾ സ്പാനർ എടുത്തു. കൂടെ ഞാൻ ആക്ച്വലി ഒരു തുണി, ഒരു കട്ടിയുള്ള ഒരു തുണി, ഈ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തുണി ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ തുണി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അഡ്ജസ്റ്റബിൾ സ്പാനർ വെച്ച് ഇവിടെ പിടിക്കുമ്പോൾ അവിടെ സ്ക്രാച്ച് വീഴും. ആക്ച്വലി നമ്മൾ ടൈറ്റായിട്ടാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തുണി വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ സ്പാനർ വെച്ച് പിടിച്ച് നമ്മൾ പതുക്കെ അത് ലൂസാക്കും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ലൂസാക്കാം. തുണി വയ്ക്കുമ്പോൾ സ്ക്രാച്ച് വീഴാതെ നമുക്ക് കിട്ടും. ഇത് വലിയ ടൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേഗം പോരുന്നുണ്ട്. ഇപ്പോൾ കൈ വെച്ചിരിക്കുമ്പോൾ തന്നെ ലൂസാവുന്നുണ്ട്. ഈ സൈഡ്, മറ്റേ സൈഡ് കുറച്ചും കൂടെ ടൈറ്റാണ്. നോക്കാം, സ്പാനർ വെച്ച് തന്നെ പിടിക്കണം വീണ്ടും. അപ്പം ഞാൻ സ്പാനർ വെച്ച് നെക്സ്റ്റ് അടുത്ത സൈഡ് സ്പാനർ വെച്ച് ഊരുകയാണ്. ഇതിപ്പോൾ പഴയതിന് ഞാൻ ആക്ച്വലി തുണി വെച്ച് പിടിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിപ്പോൾ സ്ക്രാച്ച് വീണാലും കുഴപ്പമില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പഴയതിന് യൂസ് ചെയ്തു, കാരണം ഈ പൈപ്പ് കംപ്ലൈൻ്റ് അല്ല. ഇത് ഞാൻ ജസ്റ്റ് ഒപ്റ്റിക്ക് എനിക്ക് വലിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ടും അതുപോലെ ഇതിൻ്റെ ഫുൾ എഡ്ജുകളല്ല ഇതിൽ. അപ്പോൾ മോനെ ഇതിൻ്റെ ഉള്ളിൽ കുളിപ്പിക്കുമ്പോൾ തലയൊന്നും ഇടിക്കാതിരിക്കാൻ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ കൂടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് റീപ്ലേസ് ചെയ്യാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് വെയിറ്റ് ഉണ്ട് നല്ല, അതുകൊണ്ട് അത് താഴത്തേക്ക് വീഴാൻ പോയി. കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ഞാനിത് ഓപ്പൺ ചെയ്തു, റിമൂവ് ചെയ്തു. കണ്ടോ, പിന്നെ ഓപ്പണായി വന്നു. ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇത് പതുക്കെ ഊരിയെടുത്തു. ഇതും ഞാൻ ഊരിയെടുത്തു. ആക്ച്വലി നമുക്കത് ഹോളായിട്ടാണ് ശരിക്കും കാണുന്നത്. കുറച്ചും കൂടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ബാക്കിലേക്ക് ഹോളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സിലിക്കോൺ വെച്ച് ക്ലോസ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു, പക്ഷെ തീരുമാനിച്ചില്ല. ഈ ബാക്കിലേക്കുള്ള ഹോള് വേറെ എവിടേക്കും നനവൊന്നും ചെല്ലാതിരിക്കാൻ വേണ്ടി സിലിക്കോൺ വെച്ച് അടയ്ക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് ഞാൻ ബാക്കിൽ ആക്ച്വലി അത്യാവശ്യത്തിന് നല്ല സിമെൻറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാനത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ മുമ്പ് അതുപോലെ തന്നെയായിരുന്നു, പക്ഷെ നിങ്ങളുടെ അത് ബാക്കിലേക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് സിലിക്കോൺ വെച്ച് ഇതിന് ചുറ്റിലും അതുപോലെ ഇതിന് ചുറ്റിലും ക്ലോസ് ചെയ്യണതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. വെള്ളം കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടച്ചിട്ടുണ്ടെങ്കിലും. ഓക്കെ, കുഴപ്പമില്ല. കണ്ടിട്ട് നമ്മളുടെ പുതിയ വന്നിട്ടുള്ള കപ്പ് ഇതിലിടാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെയാണ്, കറക്റ്റ് സൈസാണ്, സെയിം സൈസാണ് കിട്ടിയിട്ടുള്ളത്. മോസ്റ്റ്ലി സെയിം സൈസ് ആയിരിക്കും. അപ്പോൾ അതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല, കാരണം ഇത് എല്ലാം സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന സാധനങ്ങളാണ്.
അത്രയും ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള പൈപ്പ് തന്നെ വാങ്ങണം. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം മറ്റേത് എങ്ങനെയായിരിക്കും, ബാക്കിയുള്ളത് എങ്ങനെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത്, ആക്ച്വലി ഇതിൽ വാഷർ വരുന്നുണ്ട്, 2 വാഷർ വരുന്നുണ്ട്. അപ്പോൾ ആ വാഷർ റീപ്ലേസ് ചെയ്താലോ എന്ന് ആലോചിച്ചു. കാരണം പുതിയതിൻ്റെ കൂടെ ഓൾറെഡി നമുക്ക് വാഷർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ വാഷർ എങ്ങനെയാണെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ സിസ്റ്റം സെയിം ആണെങ്കിൽ മറ്റേതിൻ്റെ വാഷർ, പുതിയ തന്നിട്ടുള്ള എൻ്റെ വാഷർ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ജസ്റ്റ് ഒരു റെഡ്യൂസർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഇതിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതിന് എനിക്ക് ആക്ച്വലി കമൻ്റ് ഒന്നുമില്ല. റീസൺ എനിക്കറിയില്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ പുതിയതിലും ഇതേപോലെ റെഡ്യൂസർ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് എടുത്തിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് 2 വാഷർ അവർ തന്നിട്ടുള്ളത് പുതിയതിൻ്റെ കൂടെ. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള പുതിയ റെഡ്യൂസർ അല്ല, ഈ ടാപ്പ് ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ആക്ച്വലി ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. പുതിയതിനും ഓക്കെ കണ്ടിട്ട് കുഴപ്പമില്ല. കാരണം എനിക്ക് ആ അഡ്ജസ്റ്റർ മാറ്റാൻ ഇപ്പോൾ താല്പര്യമില്ല. കാരണം ഇനി അത് മാറ്റി എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ പണിയുണ്ട്. ഇതും കൂടെ ഊരിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കത് മാറ്റണം, അതും കൂടെ പ്രശ്നമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ബാക്കിൽ വരുന്ന ഇതിൽ ഈ ഒരു അഡ്ജസ്റ്റർ മാറ്റാനാണ് ഞാൻ പറയാം. നിർബന്ധമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പഴയത് ഇടുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് സെയിം സൈഡ് തന്നെ കയറ്റാൻ നോക്കണം. എടുത്തത് സെയിം സൈഡ് തന്നെ, അതേപോലെ തന്നെ ഒരു സൈഡിൽ കുറച്ച് വിട്ട് കുറവും ഒരു സൈഡിലേക്ക് വിട്ട് കൂടുതലാണ്. വിട്ട് കൂടുതലായിരുന്നു പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് വരുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെച്ചു. എന്നിട്ട് പഴയത് എടുത്ത് മാറ്റി. വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേശ്ശെ അടുത്തായിട്ട് ഞാൻ നമ്മുടെ പൈപ്പ് എടുക്കുകയാണ്. പുതിയ പൈപ്പ് എടുത്ത് ആക്ച്വലി ഇതിന് കറക്റ്റ് ഫിറ്റാണോ എന്ന് നോക്കുകയാണ്. ഓക്കെ, കണ്ടിട്ട് നമുക്ക് ഓക്കെയാണ്. അപ്പോൾ എന്നിട്ട് കൈ കൊണ്ട് പതുക്കെ ഇത് തിരിച്ചു കൊടുക്കുക. രണ്ടും ഈക്വലായിട്ട് തിരിച്ച് ടൈറ്റാക്കാൻ നോക്കുക. കൈ കൊണ്ട് ടൈറ്റ് ആവുന്നവരെയും രണ്ടും ഈക്വലായിട്ട് ടൈറ്റാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പതുക്കെ ഈ നമ്മുടെ തുണി ഉണ്ടല്ലോ, തുണി നമ്മൾ അതിൽ വെച്ചിട്ട് സ്പാനർ വെച്ച് അതും ഇതേപോലെ. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ക്രാച്ച് വിടാതിരിക്കാൻ. ഞാൻ പതുക്കെ ചെയ്യുന്നുള്ളൂ, കാരണം എനിക്ക് പുതിയ ഇതിൽ സ്ക്രാച്ച് വരുത്താൻ തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈക്വലായിട്ട് ടൈറ്റ് ചെയ്ത് പോവാം മാക്സിമം. ഇവിടെ ഒരു 3 തിരിച്ച് അടുത്തത് നെക്സ്റ്റ് പുറത്തെ സൈഡ് ഒരു 3 തിരിക്കുക. എന്നിട്ട് വീണ്ടും ഈ സൈഡ് ഒരു 3 ഏകദേശം ടൈറ്റായി വരുന്നുണ്ട്.
ഞാനും ആക്ച്വലി ഇത് തന്നെ ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാലും ഒരു ട്രയൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഫുള്ള് ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ബാക്കി എൻ്റെ റിമൈനിങ് ആയിട്ടുള്ള പണ്ടുണ്ടായിരുന്ന ഫിൽറ്റർ ഞാൻ അതുമ്മേ വീണ്ടും ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡബിൾ ഫിൽറ്ററാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അടിയിൽ തിരിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വാഷർ ഉണ്ട്. ആക്ച്വലി ആ വാഷർ ഉണ്ടോയെന്ന് നോക്കി ഓക്കെയാണ്. പിന്നെ ഇതിൽ വെറുതെ തിരിച്ച് ടൈറ്റ് ചെയ്താൽ മതി. അതിൻ്റെ മുകളിൽ ടെഫ്ലോൺ ചുറ്റേണ്ട കാര്യമൊന്നുമില്ല, കാരണം വാഷർ അവിടെ ഉള്ളതുകൊണ്ടും ഇത് വേറൊരു ഡിസൈൻ ആയതുകൊണ്ടും. ഓക്കെ, ടൈറ്റ് ചെയ്തു, ഫിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ഫിൽറ്റർ വീണ്ടും കണക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഫിൽറ്ററുകൾ രണ്ടും കണക്ട് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെ തന്നെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് പൈപ്പ് താഴെ പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ താഴെ പോയി മെയിൻ വാൽവ് വീട്ടിലേക്കുള്ള എല്ലാ പൈപ്പുകളുടെയും കണക്ഷൻ്റെ അത് നേരത്തെ ക്ലോസ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, ലീക്കൊന്നും കാണാനില്ല, എല്ലാം സെറ്റാണ്. പൈപ്പ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇതിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇത് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വെള്ളം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഇന്നത്തെ വാട്ടർ മിക്സറിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാം ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഫിൽറ്ററിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഞാനൊരു സോളാറ് സ്വന്തമായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ അതും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇത്തവണ ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. പല തവണയായിട്ട് വീഡിയോ ഓഫ് ചെയ്യേണ്ടി വന്നു, കാരണം മെമ്മറി ഫുള്ളായിരുന്നു. മോനടുത്തുണ്ടായിരുന്നു. അതിനിടയിൽ 2 തവണ ചാർജ് തീർന്നു പോയി. അപ്പോൾ എല്ലാം കൂടെ ഒരു പ്രശ്നമായിരുന്നു. ആദ്യത്തെ വീഡിയോ ആണ്, കുഴപ്പമില്ല. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, സീ യു, ബൈ.